സാക്ഷിയുടെ എല്ലാ പ്രേക്ഷകർക്കും മനസ്സും നിങ്ങളും ഞാനും എന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവധിക്കാലത്ത് കുട്ടികൾ വീട്ടിലായിരിക്കുമ്പോഴുണ്ടാകുന്ന രക്ഷാകർത്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കുട്ടികൾ മാനസികമായി അനുഭവിക്കുന്ന സംഘർഷങ്ങൾ മുതലായ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് സംസാരിച്ചു തുടങ്ങിയത്. അതിൽ ഏതാനും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അക്കാഡമിക് പ്രഷറിനെ കുറിച്ച് പറഞ്ഞു, ലാക്ക് ഓഫ് സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞു, പിയർ പ്രഷറിനെ കുറിച്ച് പറഞ്ഞു, സ്ക്രീൻ ടൈം ആൻഡ് ടെക്നോളജി ഓവർ യൂസ്. ഇങ്ങനെ 4 കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ കാര്യമായിട്ട് സംസാരിച്ചു. ഇന്ന് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് സേഫ്റ്റി കൺസേൺസിനെ കുറിച്ചിട്ടാണ്. രക്ഷാകർത്താക്കൾ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ വളരെ അണുകുടുംബമായി ജീവിക്കുമ്പോൾ വീട്ടിൽ രക്ഷാകർത്താക്കൾ അമ്മയും അച്ഛനും ഒഴികെയുള്ളവർ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ നിത്യവൃത്തിക്കുള്ള ചെലവിനായിട്ട് സാമ്പത്തികമായിട്ടുള്ള വരുമാനത്തിനായിട്ട് ജോലിക്ക് പോകേണ്ടതായിട്ടുള്ള സാഹചര്യം. മുമ്പൊക്കെ കൂട്ടുകുടുംബമായിരിക്കുമ്പോൾ അവിടെ എല്ലാ തരത്തിലുള്ള അംഗങ്ങളും എല്ലാ ആളുകളും കുടുംബത്തുള്ളത് കൊണ്ട് അവർക്ക് വളരെ സുരക്ഷിതമായി കുട്ടികളെ മുതിർന്നവരെ ഏൽപ്പിച്ചിട്ട് പോകുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് ഈ പറയുന്നത് പോലെ അമ്മയും അച്ഛനും മക്കളും മാത്രം അടങ്ങുന്ന അണുകുടുംബത്തിൽ അച്ഛനും അമ്മയും ജോലിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയൊക്കെ ആണെങ്കിൽ തീർത്തും ഒറ്റപ്പെട്ട രീതിയിൽ ഒരു വീട്ടിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കുട്ടികൾക്കുണ്ടാവുക സ്വാഭാവികമാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ചും ഈ മയക്കുമരുന്ന് മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ചെറുപ്രായക്കാരായിട്ടുള്ള കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി പല പഠനങ്ങളും തെളിയിക്കുന്നു. ഇതൊക്കെ നമ്മുടെ കുട്ടിക്കും ഉണ്ടാകുമോ എന്നൊക്കെ ഉള്ളൊരു സംശയം ഉണ്ടാവും. ചില രക്ഷിതാക്കൾ വിചാരിക്കുന്നത് എൻ്റെ കുട്ടി ഇതൊന്നും ചെയ്യില്ല, അവർ വളരെ സത്യസന്ധരാണ്, എൻ്റെ കുഞ്ഞ് നല്ല കുഞ്ഞാണ് എന്നൊക്കെ ധരിക്കുന്നവരാണ് നല്ലൊരു ശതമാനം രക്ഷാകർത്താക്കൾ. അപ്പം ഇങ്ങനെ ഇവർ ഏതെങ്കിലും രീതിയിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് രക്ഷാകർത്താവ് എങ്ങനെ അറിയും? നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. എങ്ങനെയാണ് ലഹരി ഉപയോഗിക്കുന്ന ഒരു കുട്ടിയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുക? എന്തൊക്കെ രീതിയിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും? അതാണല്ലോ പ്രധാനം. അതിൽ ഒന്നാമത് പറയാനുള്ളത് ചേഞ്ച് ഇൻ ബിഹേവിയർ, കുട്ടിയിലെ പെരുമാറ്റത്തിലുള്ള മാറ്റം. അതായത് അന്ന് വരെ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട രീതിയിലല്ല അവൻ പെരുമാറുന്നത്. എന്തോ ഒരു വ്യത്യാസം അവൻ്റെ പെരുമാറ്റത്തിൽ. മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, അതായത് സന്തോഷത്താൽ അല്ലെങ്കിൽ നല്ല ഓടിച്ചാടി നടന്ന കുട്ടി പെട്ടെന്ന് അതിൽ നിന്നൊക്കെ മാറി സൈലൻ്റ് ആകുന്ന, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒളിച്ചു ചെയ്യുന്ന രീതിയിലേക്കൊക്കെ മാറുമ്പോൾ സൂക്ഷിക്കുക. പിന്നെ അവൻ്റെ പെരുമാറ്റത്തിലൊക്കെ എല്ലാ കാര്യത്തിലും ഒരു ഇറിറ്റബിലിറ്റി, എന്തോ ഒരു അസ്വസ്ഥത പോലെ അല്ലെങ്കിൽ എന്തോ ഒരു നമ്മൾ പറയത്തില്ല ഒരു വിരളി പോലെ ഒക്കെ കാണപ്പെടുക. അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെല്ലാം ഒത്തുകൂടുന്ന സമയത്ത് അതിൽ നിന്നെല്ലാം മാറി നിൽക്കാനുള്ള ഒരു പ്രവണത, സുഹൃത്തുക്കളുടെ കൂടെ ഒന്നും കൂടാതെ ഒറ്റയ്ക്കിരിക്കാനും ഒക്കെയുള്ള ഒരു പ്രവണത കാണിക്കുക. ഇത് ചിലപ്പോൾ ഈ ഡ്രഗ് അബ്യൂസിൻ്റെ അല്ലെങ്കിൽ ഡ്രഗ് യൂസിൻ്റെ
സിംറ്റം ആയിരിക്കാം, അല്ലെങ്കിൽ ലക്ഷണമായിരിക്കാം. രണ്ടാമത്, ഡിക്ലൈൻ ഇൻ അക്കാഡമിക് പെർഫോമൻസ്. പഠനകാര്യങ്ങളിൽ പെട്ടെന്ന് ഒരു വീഴ്ച ഉണ്ടാകുക. നല്ല രീതിയിൽ പഠിച്ചു വന്നിരുന്ന കുട്ടി പെട്ടെന്ന് പഠന കാര്യങ്ങളിലും അവന് ലഭിക്കുന്ന മാർക്കുകളിലുമൊക്കെ ഒരു കുത്തനെയുള്ള രീതി, ഗ്രാജുവൽ അല്ല, പെട്ടെന്നുണ്ടാവുന്ന ഒരു മാറ്റം കണ്ടാൽ അവന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഗ്രേഡ്, ഇപ്പോൾ A+ ഗ്രേഡ് കിട്ടിക്കൊണ്ടിരുന്ന കുട്ടിയാണെങ്കിൽ പെട്ടെന്ന് ഇയിലേക്കോ ഡിയിലേക്കോ വീണു പോവുക. അതല്ലെങ്കിൽ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും മറ്റ് എക്സ്ട്രാ കരിക്കുലറായിട്ടുള്ള ആക്ടിവിറ്റീസിലെല്ലാം വളരെ താല്പര്യത്തോടെ പങ്കെടുത്തുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് അതിൽ നിന്നെല്ലാം പിൻവാങ്ങി കാണപ്പെടുന്നൊരവസ്ഥ. ഇത് ചിലപ്പോൾ അവൻ ഈ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ലക്ഷണമാകാം. മൂന്നാമതായിട്ട്, ഫിസിക്കൽ സയൻസ്, അതായത് ശരീരത്തിൻ്റെ ഭാഷ, ബോഡി ലാംഗ്വേജ് അല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കണ്ണ് വളരെ റെഡിഷായിട്ട് ചുമന്ന് കാണപ്പെടുക, സാധാരണയിൽ കവിഞ്ഞ് കണ്ണിന് ചുമപ്പ് കാണുക, കൃഷ്ണമണി വികസിച്ചതോ അല്ലെങ്കിൽ ചില സമയത്ത് ചുരുങ്ങിയോ കാണപ്പെടുക, സാധാരണയുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ചുരുങ്ങുകയോ അല്ലെങ്കിൽ വികാസം പ്രാപിച്ചിരിക്കുകയോ ഒക്കെ ചെയ്യുക, അങ്ങ് വർദ്ധിക്കുക അല്ലെങ്കിൽ ലോസ് ഉണ്ടാകുക. ഇതെല്ലാം സഡനായിട്ട് വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിൻ്റെ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെ ലക്ഷണമാകാം. പിന്നൊന്ന്, അവൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒരു സീക്രസി സൂക്ഷിക്കുന്നത് പോലെ, അല്ലെങ്കിൽ കള്ളം പറയുന്ന പോലെ, സീക്രസി ആൻഡ് ലൈയിങ്, എല്ലാ പ്രവൃത്തിയിലും ഒരു നിഗൂഢത ദൃശ്യമാകുക, എല്ലാം ഒളിച്ചു ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടാകുക. മുമ്പൊന്നും കള്ളം പറയാതിരുന്ന കുട്ടി വളരെ പെട്ടെന്ന് കള്ളം പറയുന്ന ഒരു നേച്ചറിലേക്ക്, പലതിനും, അതായത് ചെറിയ കാര്യങ്ങൾക്ക് പോലും കള്ളം പറയുന്ന ഒരു രീതിയിലേക്ക് മാറുമ്പോൾ സൂക്ഷിക്കുക, അത് ചിലപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൊണ്ടായിരിക്കും. അതുപോലെ ചേഞ്ചസ് ഇൻ ഫ്രണ്ട്ഷിപ്സ്, കുട്ടികളെ അതുവരെ ഉണ്ടായിരുന്ന കൂട്ട് വിട്ടിട്ട് പുതിയ കൂട്ട് തേടി പോവുക. നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പ്രത്യേക ചില വ്യക്തികളിലേക്ക് അവരുടെ സൗഹൃദം വളരുക. അതുകണക്ക് തന്നെ സാധാരണയിൽ കവിഞ്ഞുള്ള സമയം വീടിന് പുറത്തോ ഫ്രണ്ട്സുമായിട്ടോ ചെലവഴിക്കുക. ഇതൊക്കെ ചിലപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇതെല്ലാം അതുവരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ പെരുമാറിക്കൊണ്ടിരുന്ന രീതികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാകുമ്പോൾ സൂക്ഷിക്കുക, അത് ചിലപ്പോൾ ഉപയോഗത്തിൻ്റെ ലക്ഷണമായിരിക്കും. മിസ്സിംഗ് വാല്യുബിൾസ്, നമ്മുടെ വീട്ടിൽ നമ്മൾ വിലപിടിപ്പുള്ള പലതും, അമ്മയുടെ കമ്മലാവാം, മോതിരമാകാം, മുക്കുത്തിയാവാം, ഇതൊക്കെ പെട്ടെന്ന് കാണാതെ വരിക. നമ്മൾ മറ്റു പലരെയും സംശയിക്കും. നമ്മുടെ മക്കളെ നമ്മൾ വളരെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം മാറ്റി നിർത്തുക. സംശയത്തിൻ്റെ നിരന്നൊന്നും ഒരിക്കലും നമ്മൾ അവരിലേക്ക് വീഴ്ത്താറില്ല. എന്നാൽ വീട്ടിൽ പല വിലപിടിപ്പുള്ള വസ്തുക്കളും കാണാതാവുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുക. അതിന് പ്രത്യേകിച്ച് ഒരു കാരണം കണ്ടെത്താൻ നമുക്ക് ചിലപ്പോൾ പറ്റാതെ വരിക. അങ്ങനെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടിയെ സൂക്ഷിക്കേണ്ടതായിട്ട് വരും. പിന്നെ മറ്റൊന്ന്, ഡ്രഗ് പാരാഫെർനേലിയ എന്ന് പറയും. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ, ചിലപ്പോൾ പേപ്പറിൻ്റെ ചുരുളുകൾ, അതല്ലെങ്കിൽ സിറിഞ്ച്, അങ്ങനെയുള്ള വസ്തുക്കൾ ബാഗിലോ അവൻ ഉപയോഗിക്കുന്ന മുറിയിലോ ഒക്കെ ദൃശ്യമാണ്. അതുവരെ ഇല്ലാത്ത ചില പ്രത്യേക സാധനങ്ങൾ കാണപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അത് ചിലപ്പോൾ ഈ ഉപയോഗത്തിൻ്റെ ബാക്കിപത്രമായിരിക്കും. മറ്റൊന്ന്, ചേഞ്ചസ് ഇൻ പേഴ്സണൽ ഹൈജീൻ. കുട്ടിയുടെ
ശുചിത്വത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും. എല്ലാ ദിവസവും കൃത്യമായി കുളിച്ചുകൊണ്ടിരുന്ന കുട്ടി അല്ലെങ്കിൽ എല്ലാ ദിവസവും കൃത്യമായി പല്ല് തേക്കുകയും അവൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ വൃത്തി നല്ല രീതിയിൽ പരിപാലിച്ചു വന്ന കുട്ടി പെട്ടെന്ന് ഇവയിലൊന്നും ശ്രദ്ധിക്കാതെ വരികയും ഹൈജീനിൽ അവൻ്റെ ആരോഗ്യ പരിരക്ഷയിൽ യാതൊരു ശ്രദ്ധയും കൊടുക്കാത്ത രീതിയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും സൂക്ഷിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കൽ സിംറ്റംസ് ഉണ്ട്. നമ്മൾ സയൻസ് നേരത്തെ പറഞ്ഞാണ്, ചുവന്ന കണ്ണൊക്കെ എന്ന് പറഞ്ഞ പോലെ ഈ ഫിസിക്കൽ സിംറ്റംസ് ഉണ്ട്. ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നു. ഓക്കാനിക്കുക, വല്ലാതെ ചുമകൾ വരിക, ഛർദിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സാധാരണമല്ലാത്ത, നമ്മളിപ്പോൾ പനിയോ മറ്റ് അസുഖങ്ങളോ ഉള്ളപ്പം വരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അതൊന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിച്ചാൽ, ശാരീരിക ലക്ഷണങ്ങൾ കാണിച്ചാൽ അത് ചിലപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിൽ നിന്നാവാം. മറ്റൊന്ന് ചേഞ്ചസ് ഇൻ ഇൻട്രസ്റ്റ്. കുട്ടിയുടെ അതുവരെയുള്ള താല്പര്യങ്ങളിൽ നിന്ന് വിഭിന്നമായി വേറെ ചിലതിനോടൊക്കെ അമിതമായ താല്പര്യം കാണിക്കുക. അപ്പം നേരത്തെ അവൻ എന്തൊക്കെ ചെയ്തപ്പോഴാണോ അവന് സന്തോഷം കിട്ടിയിരുന്നത്, ആനന്ദം കിട്ടിയിരുന്നത്, അതിൽ നിന്ന് വ്യത്യസ്തമായി വേറെ വിനോദങ്ങൾ, അതായത് ഈ പറയുന്ന മദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസ്കാരം അവനിൽ ഉണ്ടാക്കുന്ന പുതിയ ചില ശീലങ്ങളിലേക്കും വിനോദങ്ങളിലേക്കും തിരിഞ്ഞാൽ ചിലപ്പോഴത് മയക്കുമരുന്നിൻ്റെ ഉപയോഗമാകാം. സ്വാഭാവികമായിട്ടൊരു സംശയം വരും, ഇങ്ങനെയൊക്കെ കണ്ടാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. സാധാരണ രക്ഷിതാക്കൾ ചെയ്യുന്നതെന്ന് പറയുന്നത് അവനെ പിടിച്ച് അടിക്കുകയോ അല്ലെങ്കിൽ അവളായാലും അവനായാലും പിടിച്ച് അടി കൊടുക്കുക, തെറി വിളിക്കുക, വല്ലാതെ ഫിസിക്കലായിട്ടും മെൻ്റലിയും ടോർച്ചർ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടിക്കുകയൊക്കെ മിക്കവാറും രക്ഷിതാക്കൾ ചെയ്യുന്ന കാര്യമാണ്. ഇങ്ങനെ കാണാൻ കണ്ണിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും നല്ല ഒരു കൗൺസിലറെ കാണേണ്ടതുണ്ട്. കാണുന്നതിന് മുമ്പ് തന്നെ വളരെ എമ്പത്തറ്റിക്കായിട്ട് ഒരു സ്നേഹത്തോടെ വളരെ സപ്പോർട്ടീവായിട്ട് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ കാര്യങ്ങളിൽ കൂടുതൽ പരിജ്ഞാനമുള്ള ഒരു സൈക്കോളജിക്കൽ കൗൺസിലറെയോ ഒരു പ്രൊഫഷണലിനെയോ കാണേണ്ടത് അത്യാവശ്യമാണ്. ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ ഉറപ്പായിട്ടും സഹായത്തിന് കാണേണ്ടതായിട്ട് വരും. അതിന് മടിക്കരുത്. അപ്പോൾ അടുത്ത ദിവസം വളരെ പ്രാധാന്യമുള്ള മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണുന്നത് വരെ